കേന്ദ്ര സർക്കാർ കോർപ്പറേറ്റുകളുടെ ദാസന്മാരായി മാറിയെന്ന് CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ്. അംഗൻവാടി വർക്കേഴ്സ് ആൻഡ് ഹെൽപ്പേഴ്സ് അസോസിയേഷൻ CITU ജില്ലാ സമ്മേളനം കേച്ചേരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പണിയുള്ള സമയത്ത് അതൊക്കെ തിരിച്ചറിവുണ്ടായിരുന്നു. ഇപ്പൊ പണിയില്ലാത്തതാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഇടവും നമുക്ക് ഇല്ല. കടാശ്വാസ പദ്ധതികളെന്ന് പ്രഖ്യാപിക്കുന്നവർ പോലും ഇത് തരുന്നില്ല. കോർപ്പറേറ്റ് ഭീമന്മാരുടെ കോടിക്കണക്കിന് രൂപയുടെ ബാങ്ക് വായ്പകൾ എഴുതിത്തള്ളിയ കേന്ദ്ര സർക്കാർ സാധാരണക്കാരന്റെ ₹1 പോലും എഴുതിത്തള്ളാൻ തയ്യാറാകുന്നില്ല. കിടപ്പാടവും തൊഴിലും ഉൾപ്പെടെ സർവ്വവും നഷ്ടപ്പെട്ട വലിയ ദുരന്തം നേരിട്ട വയനാട്ടിലെ ജനങ്ങളുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിൽ എതിർപ്പ് പ്രകടമാക്കിയ കേന്ദ്രം അംബാനിയുടെയും അദാനിയുടെയും ഉൾപ്പെടെ കോർപ്പറേറ്റ് ഭീമന്മാരുടെ ദശലക്ഷക്കണക്കിന് രൂപയുടെ വായ്പയാണ് എഴുതിത്തള്ളിയത്. തൊഴിലാളി ദ്രോഹ നടപടികളാണ് മോദി സർക്കാരിന്റെ മുഖമുദ്ര. ആശാവർക്കർമാരോടും അങ്കണവാടി ജീവനക്കാരോടുമുള്ള അവഗണന കേന്ദ്രം തുടരുകയാണെന്നും UP ജോസഫ് കൂട്ടിച്ചേർത്തു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ KK മണി നഗറിൽ നടന്ന സമ്മേളനത്തിൽ പ്രസിഡന്റ് സുലജ പത്മനാഭൻ പതാക ഉയർത്തി. KK പ്രിയ രക്തസാക്ഷി പ്രമേയവും TA ആലീസ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. ജില്ലാ പ്രസിഡന്റ് സുലജ പത്മനാഭൻ അധ്യക്ഷയായി. ജില്ലാ സെക്രട്ടറി MS പ്രേമലത പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ KB നബീറ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ KK പ്രസന്നകുമാരി, KF ഡേവിസ്, RV ഇക്ബാൽ, KV ഷീബ, CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, CITU ഏരിയ ട്രഷറർ PG ജയപ്രകാശ്, കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ CITU ജില്ലാ പ്രസിഡന്റ് CD വാസുദേവൻ, CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് എന്നിവർ സംസാരിച്ചു.